എല്ലാവർക്കും നമസ്കാരം. ഇന്നസെന്റ് നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് അധിക ദിവസമായിട്ടില്ല. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ എക്കാലവും ഓർമ്മിക്കേണ്ടതായി. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നസെന്റ് ഇല്ലാത്ത ഓർമ്മകൾ വളരെ അപൂർവമേ ഉള്ളൂ. ആദ്യമായിട്ട് ഞാൻ ഓർക്കുന്നത് 40-40 വർഷം മുമ്പുള്ള ഒരു കാര്യമാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായി ചേർന്നിട്ട് 2-3 ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞ് വേറൊരു ചിത്രം എടുക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുക. സംവിധാനം ചെയ്യുന്നത് മോഹൻ. ആ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതാൻ വേണ്ടി അന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ ചെന്നൈയിൽ വന്നു. ആ എഴുത്തുകാരൻ ഒരു 10-15 ദിവസം കൊണ്ട് ഭയങ്കര തിരക്കിട്ട് ഒരു തിരക്കഥ എഴുതി ഉണ്ടാക്കി. 45 വർഷങ്ങൾക്ക് മുമ്പുള്ള തിരക്കഥയിലെ ഒരു ഡയലോഗ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അത് ഞാൻ പറയാം. അതിതാണ്: ഡാഡി ഡാഡി എന്ന് വിളിച്ചാൽ പോരാ, കുറേശ്ശെ പേടിയും വേണം. എന്ന് വെച്ചാൽ വികാരപ്രാസം. അതൊരു ഭയങ്കര ഡയലോഗായിട്ട് ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ ഇന്നസെന്റിൻ്റെ സുഹൃത്ത് രാമകൃഷ്ണനും ഞാനും ഇന്നസെന്റും കൂടി ഈ തിരക്കഥ ഒരു ദിവസം വായിച്ചപ്പോൾ എല്ലാവരും നിരാശയോടുകൂടി, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡയലോഗിൽ ചിരിച്ചു എന്നുള്ളത് ശരിയാണ്, ആ ചിരിയുടെ അർത്ഥം പക്ഷേ അറിയായിരുന്നു എന്ന് മാത്രം. ഈ പടം എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അത്രയും മോശം ഒരു സംഗതിയായിരുന്നു അത്. അപ്പോൾ ഇന്നസെന്റ് നിരാശയോടുകൂടി എന്നോട് ചോദിച്ചു, എടാ ഇതിനേക്കാൾ നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റൂല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ നന്നായിട്ട് ആർക്കും എഴുതാൻ പറ്റും. പിറ്റേ ദിവസം രാവിലെ മുതൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2.5 കിലോമീറ്റർ ദൂരത്താണ് ഇന്നസെന്റ് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അവിടേക്ക് നടന്നു പോകും. രാവിലെ രാത്രി വരെ ഭക്ഷണം കഴിക്കും. അതിനിടയിൽ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ സംസാരിച്ച് എന്തൊക്കെയോ എഴുതും. പക്ഷെ എന്തൊക്കെയായാലും ആദ്യം എഴുതിയതിനേക്കാൾ ഭേദമായിരുന്നു എന്ന് പറയാം. അതൊരു സിനിമയായി. അതാണ് സത്യം പറഞ്ഞാൽ പിൽക്കാലത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രാരംഭം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതാണ്. എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പരിചയം അവിടെ നിന്നാണ്, ഇന്നസെന്റിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗുരു എന്ന് പറയുന്ന സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ കൂടുതലൊരു ചെറിയ തമാശ പറയാം. അപ്പോൾ ഇതൊക്കെ ഇതുവരെ പറഞ്ഞതൊക്കെ ഭയങ്കര ഗൗരവമാണെന്നൊന്നും വിചാരിച്ചിട്ട് പറയല്ല, എന്നാലും ഞാൻ പറയാം. അതായത് മമ്മൂട്ടി നായകനായിട്ട് അഭിനയിക്കുന്ന പ്രജാപതി എന്ന് പറയുന്ന സിനിമയുണ്ട്. രഞ്ജിത്താണ് സംവിധായകൻ. കോയമ്പത്തൂരിനടുത്തുള്ള ഗോപിച്ചട്ടിപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്തുള്ള വലിയൊരു വീട്ടിൽ വെച്ചാണ് ഷൂട്ടിങ് നടക്കുന്നത്. ഒരു മുറിയിൽ ഞാനും അബൂ സലിം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് മുറ്റത്ത് മമ്മൂട്ടിയും കുറേ ആൾക്കാരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അബൂ സലിം അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് കൺക്ലൂഡ് ചെയ്യുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ചുരുക്കി പറയാം ശ്രീനേട്ടാ, ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡാ. ഞാൻ പറഞ്ഞു, ഞാൻ സെൻട്രൽ ഫോർവേഡാ. അബൂ സലീം ചിരിച്ചിട്ട് പുറത്തേക്ക് ഓടി, മമ്മൂക്ക ഇത് കേട്ടോ, ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞപ്പോൾ ഈ ശ്രീനേട്ടൻ പറയാ,
അദ്ദേഹം സെൻട്രൽ ഫോർവേഡ്. അപ്പം മമ്മൂട്ടി ഏകദേശം തലക്കടി കിട്ടിയ മാതിരി ഇങ്ങനെ ഒരു നോട്ടം. ആ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. മറ്റുള്ളവരൊക്കെ ചിരിച്ചപ്പോൾ പുള്ളി ചിരിക്കാതെ സീരിയസ് ആയിട്ട് നോക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ ആലോചന എന്താണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. പുള്ളിയുടെ ഡയലോഗ് ശരിക്കും ഫുട്ബോളിൽ സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞ പൊസിഷൻ ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് നിങ്ങൾക്ക് ക്രിക്കറ്റേ അറിഞ്ഞുകൂടാതുള്ളൂ എന്നുള്ളത്. ഇപ്പം ഇതും മനസ്സിലായി, ഫുട്ബോൾ അറിഞ്ഞുകൂടാതെ പിടിയിട്ട് പോട്ടെ എന്ന് പറഞ്ഞ അതേക്ക് പോയി.